ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് നവംബർ മാസം 25-ാം തീയതിയാണ്. അപ്പം ഈ ഒരാഴ്ചത്തെ റിലീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റും ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. അതുകൂടാതെ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളുടെയൊക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി ആദ്യമായി പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത് ഒരു ആക്ഷൻ ക്രൈം മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഹിന്ദി മൂവിയാണ്. സിക്കന്ദർ കാ മുക്കദ്ദർ ആണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നത്. തമന്നൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ക്രൈം മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നവംബർ മാസം 29-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസ് ആണ്. പാരഷൂട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നവംബർ മാസം 29-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്ന സമയത്ത്. മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് ഈ ഒരു സീരീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കൃഷ്ണം പ്രണയ സഖി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് വഴി നവംബർ മാസം 29-ാം തീയതി കന്നഡ ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി ഡ്രാമ സീരീസ് ആണ്. കോമഡി ഡ്രാമ സീരീസ് ആണ്. ഡൈവേഴ്സ് കെ ലിയെ കുച്ച് ബി കരേഗ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ നവംബർ മാസം 29-ാം തീയതി C5-ലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട തെലുങ്കു സീരീസ് ആണ്. വികട കവി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് C5-ൽ നവംബർ മാസം 28-ാം തീയതി ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നത് തെലുങ്കു മൂവിയാണ്. കാ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് 22-ാം തീയതി. അപ്പം ഈ സിനിമയുടെ തെലുങ്ക് വേർഷൻ ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. ETV വിൻ വഴിയാണ് റിലീസ് ചെയ്യുന്നത്. നവംബർ മാസം 28-ാം തീയതിയാണ്. അപ്പോൾ നല്ലൊരു സിനിമയായിട്ടാണ് എല്ലാവരും റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. അവർ ലിറ്റിൽ സീക്രട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷയിലായിട്ട് നെറ്റ്ഫ്ലിക്സിൽ നവംബർ മാസം 27-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സിനിമയാണ്. ഒരു എന്താ പറയുക, ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നവംബർ മാസം 28-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ദീപാവലി ബോണസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആഹാ തമിഴിലും സിംപ്ലി സൗത്തിലും ഈ 2 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അതായത് നവംബർ മാസം 26-ാം തീയതി. അടുത്ത സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് പാളയം PC എന്ന് പറഞ്ഞ മലയാള സിനിമ. ഇന്ന് ട്രെയിലർ വന്ന ഈ ഒരു സിനിമയുടെ നവംബർ മാസം 29-ാം തീയതി ഈ ഒരു സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാള സീരീസ് ആണ്. ഹെർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്ന സീരീസ് ആണ്. പാർവതി തിരുവോത്ത്, ഉർവശി, രമ്യ നമ്പീശൻ, ഐശ്വര്യ രാജേഷ്, ലിജോ മോൾ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. നവംബർ മാസം 29-ാം തീയതി ഒരു സീരീസ് മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സീരീസുകളും സിനിമകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ഇനിയും പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുന്നതാണ്. വരുന്ന സമയത്ത് നിങ്ങൾ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണ്. പിന്നെ നിവിൻ പോളി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫാർമ എന്ന് പറഞ്ഞൊരു സീരീസിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ സീരീസ് ആണ്. ഈ ഒരു സീരീസ് 55-ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ ഗോവയിൽ ഈ ഒരു സീരീസ് പ്രദർശിപ്പിക്കുന്നുണ്ട്. 20-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് ഫാർമ എന്നാണ് നിവിൻ പോളി അഭിനയിക്കുന്ന സീരീസ് പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. Disney+ ഹോട്ട്സ്റ്റാറിൽ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത മാസം ഈ ഒരു സീരീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.